ജില്ലാ പഞ്ചായത്തിൽ കാരശ്ശേരി ഡിവിഷനിൽ ഇടത് സ്ഥാനാർത്ഥിയായി കന്നി അംഗം കുറിക്കുന്ന നാസർ കൊളായി പ്രചരണത്തിന് തുടക്കം കുറിച്ചത് 102 വയസ്സുള്ള കൊടിയത്തൂർ 12-ാം വാർഡിലെ CV ഇബ്രാഹിമിൻ്റെ അനുഗ്രഹം നേടിക്കൊണ്ട്. സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്ന മുഹമ്മദ് അബ്ദുറഹ്മാനെ നേരിൽ കണ്ട ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ചുരുക്കം ചിലരിലൊരാളാണ് CV ഇബ്രാഹിം. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ജില്ലാ പഞ്ചായത്തിൽ പുതുതായി രൂപം കൊണ്ട കാരശ്ശേരി ഡിവിഷനിൽ ഇടത് സ്ഥാനാർത്ഥിയായി കന്നി അംഗം കുറിക്കുന്ന നാസർ കൊളായി പ്രചരണത്തിന് തുടക്കം കുറിച്ചത് തനിക്കേറെ പ്രിയപ്പെട്ട സുഹൃത്തും രാഷ്ട്രീയ രംഗത്തെ ഒരുപാട് അറിവുകൾ തനിക്ക് പകർന്നു നൽകുകയും ചെയ്ത 102 വയസ്സ് പ്രായമുള്ള കൊടിയത്തൂർ 12-ാം വാർഡിലെ വന്ധ്യവയോധികനായ CV ഇബ്രാഹിമിൻ്റെ അനുഗ്രഹം നേടിക്കൊണ്ടാണ്. തൻ്റെ വോട്ടറല്ലാതിരുന്നിട്ടും നാസർ ഇബ്രാഹിമിൻ്റെ അനുഗ്രഹം തേടിയതിനും ഒരു പ്രത്യേക കാരണമുണ്ട്. സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ്റെ പാദസ്പർശമേറ്റ് പ്രശസ്തമായ കൊടിയത്തൂർ നിവാസിയായ നാസർ കൊളായി മുഹമ്മദ് അബ്ദുറഹ്മാനെ നേരിൽ കണ്ട ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ചുരുക്കം ചിലരിലൊരാളായ CV ഇബ്രാഹിമിൻ്റെ അനുഗ്രഹം തേടിയത് കേവലം യാദൃശ്ചികമല്ല. ആദ്യകാലത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു രണ്ടു പേരുമെങ്കിലും 2010-ൽ നാസർ കൊളായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായ CPIM-ൽ ആകൃഷ്ടനായി പാർട്ടി അംഗത്വം സ്വീകരിച്ചതോടെ ഇബ്രാഹിമും പാർട്ടി അനുഭാവിയാകുകയായിരുന്നു. അക്കാലത്ത് തുടങ്ങിയ നിസ്സീമമായ സ്നേഹബന്ധം ഇന്നും ഒട്ടും കൈമോശം വരാതെ സൂക്ഷിക്കുന്നുണ്ട് ഇരുവരും. ഇബ്രാഹിക്ക എൻ്റെ എത്രയോ കാലമായിട്ടുള്ള സ്നേഹിതനാണ്. സ്നേഹിതനാണോ അല്ലെങ്കിൽ മറ്റു വാക്കുകൾ കൊണ്ടാണോ വിശേഷിപ്പിക്കേണ്ടതെന്ന് അറിഞ്ഞൂടാ. 102 വയസ്സായി ഇപ്പോൾ ഇബ്രാഹിക്കക്ക്. അപ്പോൾ പഴയ ഉജ്ജ്വലനായ കോൺഗ്രസ്സുകാരനായിരുന്നു. കോൺഗ്രസ്സിൽ ഞാനുണ്ടായിരുന്ന കാലം മുതലുള്ള ബന്ധമാണ്. ഞാൻ CPM-ലേക്ക് പോന്നപ്പോൾ അദ്ദേഹവും ഇടതുപക്ഷ സഹയാത്രികനായി മാറിയത്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് അനുഗ്രഹം വാങ്ങിക്കാനുള്ള കാരണം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ നാമധേയത്തിൽ അറിയപ്പെടുന്ന നാടാണ് എൻ്റെ നാട് കൊടിയത്തൂർ. KPCCയുടെ പ്രസിഡൻ്റായിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് 1945 നവംബർ 23-ന് കൊടിയത്തൂരിൽ വെച്ചിട്ടാണ് അവസാനമായി പ്രസംഗിച്ചത്. ആ പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴാണ് അബ്ദുറഹ്മാൻ സാഹിബ് മരിച്ചത്. ആ അബ്ദുറഹ്മാൻ സാഹിബിനെ നേരിൽ കണ്ട് ജീവിച്ചിരിക്കുന്ന മനുഷ്യനാണ്. അബ്ദുറഹ്മാൻ സാഹിബിനെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ എന്നുള്ളവർക്ക് ആണ് ഇബ്രാഹിക്കായിട്ടുള്ള എൻ്റെ ഒരു ബന്ധവും കൂടി. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവിടെ വരും. തിരഞ്ഞെടുപ്പ് കാലമല്ല, അല്ലാത്ത കാലത്തൊക്കെ ഇവിടെ വരും. ഇബ്രാഹിക്ക ചിലപ്പോൾ എന്നെ തോൽപ്പിച്ച് കളയും. ചിലപ്പോൾ ഇവിടുന്ന് വണ്ടി എടുത്ത് എൻ്റെ വീട്ടിലേക്ക് വരും സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അത്രയും ആത്മബന്ധമുള്ളതാണ്. അതുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഇബ്രാഹിക്കയുടെ അനുഗ്രഹം വാങ്ങിയിട്ട് വേണം മത്സരിക്കാൻ പോകാൻ എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ വോട്ടറല്ല, പക്ഷേ ഒരു പിതൃസ്ഥാനീയനെ പോലെ അല്ലെങ്കിൽ അങ്ങനെ ഒരു എൻ്റെ ഒരു തലമുതിർന്ന നേതാവിനെ പോലെ എങ്ങനെയാണ് അത് വിശേഷിപ്പിക്കേണ്ടതെന്ന് കാരണമുണ്ട്. അദ്ദേഹത്തിന് അനുഗ്രഹം വാങ്ങണമെന്നുള്ളത് നിർബന്ധമായിരുന്നു. ഉച്ചയോടെ ഇബ്രാഹിമിൻ്റെ വീട്ടിലെത്തിയ പ്രിയ സുഹൃത്തിനെ ദീർഘനേരത്തെ കുശലാന്വേഷണങ്ങൾക്ക് ശേഷം ദുആ ചെയ്ത് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു ഇബ്രാഹിം. മുൻ CATU ജില്ലാ കമ്മിറ്റി അംഗവും നിലവിൽ CPIM ഏരിയ കമ്മിറ്റി അംഗവുമായ നാസർ കൊളായിയെ കാരശ്ശേരി ഡിവിഷനിലെ സ്ഥാനാർത്ഥിത്വം നേതൃത്വം ഏൽപ്പിച്ചത് വ്യക്തമായ കാഴ്ചപ്പാടുകളോടെയും കണക്കുകൂട്ടലുകളോടെയും തന്നെയാണ്. അനർഗളമായ വാഗ്ധോരണി കൊണ്ട് പാർട്ടി പൊതുയോഗങ്ങളിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശ്രോതാക്കളെ പിടിച്ചിരുത്തുന്ന നാസർ കൊളായിക്ക് ഡിവിഷനിലെ ജനങ്ങൾക്കിടയിലുള്ള പരിചയസമ്പത്തും സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെയുള്ള പിന്തുണയും വോട്ടായി മാറുമെന്ന് തന്നെയാണ് നേതൃത്വത്തിൻ്റെ വിശ്വാസം. അതിലുപരി ഈ ഡിവിഷനിലെ ഭൂരിപക്ഷം വാർഡുകളും ഉൾപ്പെടുന്ന കൊടിയത്തൂർ സ്വദേശിയും ഈ ഡിവിഷനിലെ വോട്ടറാണെന്നതും ഡിവിഷനിൽ ഉൾപ്പെട്ട കാരശ്ശേരി, തിരുവമ്പാടി, കൂടരഞ്ഞി പഞ്ചായത്തുകളിലെ വാർഡുകളിലൊക്കെ ചിരപരിചിതനാണെന്നതും തനിക്ക് മുതൽക്കൂട്ടാവുമെന്ന ആത്മവിശ്വാസത്തിലാണ് നാസർ കൊളായിയും. ഈ പ്രദേശങ്ങളിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ ഓരോ വികസനവും തൊട്ട് കാണിച്ചുകൊണ്ട് തനിക്ക് പ്രചരണം നടത്താനാവുമെന്നും ഇദ്ദേഹം പറഞ്ഞു. എനിക്കിതിലെ ഏറ്റവും വലിയ ആത്മവിശ്വാസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ തൊട്ട് കാണിച്ചുകൊണ്ട് വേണം എനിക്ക് വോട്ട് ചോദിക്കാൻ. അങ്ങനെ വോട്ട് ചോദിച്ച് എൻ്റെ നാട്ടിലും ഈ പ്രദേശത്തുമൊക്കെയുള്ള വികസനങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് വോട്ട് ചോദിക്കണം. എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ നാട്ടുകാർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. വോട്ടെണ്ണൽ ദിനമായ ഡിസംബർ 14-ന് കാരശ്ശേരിയിൽ വിജയിച്ചു കയറാമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് മുന്നണി നേതൃത്വവും അണികളും. ന്യൂസ് ബ്യൂറോ, മുക്കം.